പൂച്ച വല്ലം കയറിയതായിരിക്കും. ഇത് ഫുള്ള് സീലിംഗ് ആണല്ലോ, ജെല്ലും കലവെല്ലാം അടഞ്ഞു കിടക്കുന്നു. എന്നാ പിന്നെ എലിയോ വല്ലം കയറിയതായിരിക്കും. നിങ്ങളകത്തു ഓ. ജനലാരോ പുറത്തുനിന്ന് കുത്തി തുറന്നിട്ടുണ്ടല്ലോ സൗകര്യം. പക്ഷെ സാറേ അന്ന് അകത്തുനിന്ന് ആരോ കുറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. ഒന്നും അങ്ങോട്ട് പിടി കിട്ടുന്നു. മുന്നിലൂടെ ആണെങ്കിൽ ആരും വന്നിട്ടില്ല. എന്താ സാർ? ഒന്നും പറയാറായിട്ടില്ല സക്കീറ. സുഹിത്തെ, താൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വരുമ്പോൾ അപ്പനല്ല വേറെ ആരും ഉണ്ടായിരുന്നു ഇവിടെ? ഇല്ല സാർ. താനപ്പോൾ അടുക്കളയിൽ പോയിരുന്നു? ഇല്ല സാർ, പോയില്ല. അപ്പോൾ അടുക്കളയുടെ കഥവും ജനലൊക്കെ അടഞ്ഞിടക്കെ ആയിരുന്നു? അതെ സാർ. ഉറപ്പാണോ? ഉറപ്പാണ് സാർ. ജേക്കബ് എപ്പോഴെവിടെ വന്നേ? ഞാൻ രാവിലെ അറിഞ്ഞ. ഞാൻ സുഹിത്തിനോടാ ചോദിക്കുന്നത്. ഹോസ്പിറ്റലും മോർച്ചറിയിലും പോയിട്ട് തിരിച്ചു വന്നപ്പം അച്ഛനോടുണ്ടായിരുന്നു സാർ. ഇവിടെ നിന്ന് പറഞ്ഞാൽ? ഹാളിലുണ്ടായിരുന്നു സാർ. ഹാളിലുണ്ടായിരുന്നു സാർ. ഹാളിൽ? അച്ഛൻ മരിച്ചിരുന്ന ഹാളിൽ അല്ലേ? സുഹിത്ത് ഒറ്റയ്ക്കാണോ അപ്പനെ ആശുപത്രി കൊണ്ടുപോയി? അല്ല സാർ, ഷിബു ഉണ്ടായിരുന്നു. ഷിബു? അതാരാ? എൻ്റെ ഫ്രണ്ടാ സാർ. അവരെങ്ങനെ ഇവിടെ വന്നു? ഞാൻ വിളിച്ചായിരുന്നു സാർ. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വന്ന ശേഷം എത്ര സമയം കഴിഞ്ഞ് അപ്പനെ ആശുപത്രി കൊണ്ടുപോയി? ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാണ് സാർ. ഷിബു വന്നിട്ടാ കൊണ്ടുപോയത്. ഷിബു വന്ന ശേഷം അപ്പനെ ആശുപത്രി കൊണ്ടുപോയി? അതെ സാർ. എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ലായിരുന്നു സാർ കൊണ്ടുപോകാൻ. ഷിബുവിൻ്റെ വീട് എവിടെ? കുറ്റിക്കാട്ട് പറ്റില്ല സാർ. ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് ഒരു 20-21 കിലോമീറ്റർ ഉണ്ടാവും. പിന്നെ എങ്ങനെ 10 മിനിറ്റുള്ളിൽ അവനോട് എത്തിയത്? അവനതൊഴി പോയപ്പോഴാണ് സാറേ ഞാൻ വിളിച്ചത്. അപ്പൻ ചാവാൻ കിടക്കുമ്പോഴാണ് 21 കിലോമീറ്റർ അപ്പുറത്തോളം സഹായത്തിൽ വിളിക്കുന്നത്. സാർ, അന്നേരത്തെ ഒരു വെപ്രാളത്തിൽ ഞാൻ ആദ്യം അവനെ ഓർത്തത്. എല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്. സാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശമൊക്കെ ഞാൻ പിന്നെ പറയാം. രണ്ടുപേരും ഞാൻ പറയാതെ സ്റ്റേഷന്റെ പരിധി വിട്ടു പോകരുത്, കേട്ടല്ലോ? സാർ, ജനൽ പുറത്തുനിന്ന് തുറന്നാലും അകത്തുനിന്നല്ലേ കുറ്റിയിടാൻ പറ്റത്തുള്ളൂ. അതെ, കുറ്റിയിട്ടതകത്തും തന്നെ. സാർ, എന്തുവാടോ? ഇവൻ കുറച്ച് ആമയെ പിടിച്ചോണ്ട് വന്നിട്ട് നക്ഷത്രാമയെന്ന് പറഞ്ഞു സ്ഥാപിക്കുന്നു. ഇവന്റെ ആമയെ താത്ത് വെച്ച് ഇവനെ വിളിച്ചോണ്ട് പോ. നക്ഷത്രം അടിച്ച് വിട്ടാൽ മതി കേട്ടോ. ശരി, നക്ഷത്രം അടിച്ച് വിട്ടാൽ മതി. പോ, പാടാ ഇങ്ങോട്ട്. സാർ, ജനൽ പുറത്തുനിന്ന് തുറന്നാലും അകത്തുനിന്നല്ലേ കുറ്റിയിടാൻ പറ്റത്തുള്ളൂ. അതെ, കുറ്റിയിട്ടതകത്തും തന്നെ. വീടിനകത്ത് വെച്ച് തന്നെയാണ് കൃത്യം നടന്നിരിക്കുന്നത്.
മുന്നിൽ ക്യാമറയുണ്ട്. ഉം. മുന്നിലൂടെ ആരും കയറിയിട്ടില്ല. ഇല്ല സാർ, ഞാൻ നോക്കിയതാ, ക്യാമറ നല്ലോണം ചെക്ക് ചെയ്താ. പിന്നെ വീട്ടിൽ കയറാനുള്ള വാതിൽ മുകളിലത്തെ വാതിലും അടുക്കള വാതിലുമാണ്. ഒന്നുകിൽ ആരോ അതുവഴി കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ സുജിത്താണ് കൃത്യം ചെയ്തത്. ഉം. വാ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ഓക്കെ സാർ. സാർ, സക്കീറേ, യെസ് സാർ. പ്രതി പുറത്തു നിന്നുള്ള ആളാണെങ്കിൽ ഇത് കുത്തി തുറന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് പിടി, അകത്തോട്ടിട്ട് ആ കുറ്റിയും തള്ളിക്ക്. അത് തന്നെ. ഇപ്പൊ മനസ്സിലായോ പ്രതി എങ്ങനെ അകത്ത് കയറിയെന്ന്? അപ്പൊ അടിക്കുന്ന സൗണ്ട് അകത്തുള്ളവർ കേൾക്കത്തില്ല സാർ? അതിനും പരിഹാരമുണ്ട് സക്കീറേ. സുരേഷ, ഇന്നലത്തെ തുണിയും എടുത്ത്. സക്കീറേ സാർ. ഈ തുണി ഇതിന്റെ തുമ്പിൽ ഇങ്ങനെ വെച്ച് കെട്ടി അടിച്ചാൽ സൗണ്ട് കേൾക്കാൻ സംശയമുണ്ടോ? ഇല്ല സാർ, എനിക്ക് സംശയമൊന്നുമില്ല. അടിച്ചു നോക്കണോ? വേണ്ട സാർ. ആ, പ്രതി എങ്ങനെ അകത്ത് കയറുന്നത് മനസ്സിലായോ? യെസ് സാർ. അങ്ങനെ ഒരാൾ അകത്ത് കയറിയിരുന്നെങ്കിൽ കൃത്യം കഴിഞ്ഞ് പുറകിലൂടെ വേണം പോയിരിക്കാൻ. ഈ ഡോറിലൂടെ പുറത്തേക്ക് ഇറങ്ങിയ ആൾ എങ്ങനെ അകത്തു നിന്നും കുറ്റിയിട്ടു? മുന്നിലൂടെ ആണെങ്കിൽ ആരോട്ട് പോയിട്ടുമില്ല. അകത്ത് കടക്കാൻ ഉപയോഗിച്ച പോലെയുള്ള മാർഗം അവൻ ഉപയോഗിച്ച് കാണും. അത് നമുക്ക് കണ്ടുപിടിക്കണം. ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ പുറകെ കൊണ്ട് ആരും കയറിയിട്ടില്ല, അകത്തുള്ള ആൾ തന്നെ എല്ലാം ചെയ്തു. അപ്പൊ സുജിത്താണോ? സാധ്യതയുണ്ട്. സക്കീറേ. യെസ് സാർ. എടോ, ആ ചാക്കോടെയും സുഹൃത്തിന്റെയും ഗോൾഡ് ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞ എന്തായി? സോറി സാർ, എടുത്തായിരുന്നു. എന്തിനു വെച്ചേക്കോടോ? പുഴുങ്ങി തന്നെ വെച്ചേക്കോ. എടുത്തോണ്ട് പാടോ. യെസ് സാർ. എടോ, സുഹിത്തിന്റെ ഫോണിൽ നിന്നും ഈ നമ്പറിലേക്ക് ധാരാളം കോളുകൾ പോയിട്ടുണ്ടല്ലോ. ആരാടോ ഇത്? ചെക്ക് ചെയ്യാം സാർ. ചെക്ക് ചെയ്യാം. താനും ചെക്ക് ചെയ്യണ്ട. നിഷാമോൺ. എന്തിന്റെ പേരാടോ ഇത്? മൂണാരാ? ഇവിടെ അപ്പനോ? നിഷാമൂണാണോ സാർ? ആ. ആ, ഇത് അവളാ. ആര്? സാർ, ഈ സുജിത്തിന് ഈ പെണ്ണുമായിട്ട് ചെറിയൊരു അഫയർ ഉണ്ടായിരുന്നു. ആ. ചാക്കോയുടെ എതിർപ്പ് കാരണം കല്യാണമൊന്നും നടന്നില്ല. അവളെ ഈ ഇടയ്ക്ക് വേറൊരുത്തം കെട്ടിക്കൊണ്ട് പോയി. അതെല്ലാം കൂടി ഈ ഇടയ്ക്ക് പൊട്ടി പൊളിഞ്ഞ്. പൊളിഞ്ഞോ? ഹേയ്, ഡിവോഴ്സായി. അവർ തമ്മിൽ ഇപ്പോഴും പഴയതുപോലെ നല്ല ബന്ധത്തിലാണ്. കല്യാണം കഴിക്കാൻ സുജിത്ത് വീണ്ടും അപ്പൻ്റെ അനുവാദം ചോദിച്ചു. അയാൾ സമ്മതിച്ചൊന്നുമില്ല. ഏതാടോ ഈ പെണ്ണ്? മൂൺ ടി വിയിലെ സ്റ്റാഫാണ് സാർ. തനിക്കിതൊക്കെ എങ്ങനെ അറിയാടോ? അറിയാം സാർ, നിഷേൻ്റെ നാട്ടുകാരിയാണ്. ചാക്കോ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ഒന്നിക്കാൻ കഴിയില്ല സാർ. യു മീൻ? അതെ സാർ. അങ്ങനെയെങ്കിൽ കൊന്നത് സുജിത്ത്, അല്ലെങ്കിൽ നിഷ നൽകിയ കൊട്ടേഷൻ. ഇതെന്താടോ നേരത്തെ പറഞ്ഞത്? സോറി സാർ. എന്തു സോറി? സാർ, ഇതാണ് നിഷാമൂൺ. കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് അമ്മയും മകളും മരിച്ച സംഭവം അപകടമല്ല, ആസൂത്രിതമായ കൊലപാതകമാണെന്ന് നാട്ടുകാർ. കുട്ടിക്കാനത്ത് നിന്ന് മുണ്ടക്കയത്തേക്ക് വന്ന കാർ സന്ധ്യാസമയത്ത് സംഭവ സ്ഥലത്ത് റോഡിന്റെ ഇടതുവശം പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടതായി ദൃക്സാക്ഷികൾ പറയുന്നു. വലതുവശത്തുള്ള കൊക്കയിലേക്ക് കാർ മറിഞ്ഞത് സംശയമുയർത്തുന്നു. വളവും തിരിവും ഇല്ലാത്ത സ്ഥലത്ത് കാർ കൊക്കയിലേക്ക് കാണപ്പെട്ടത് അപകടം ആസൂത്രിതമാണെന്ന് സംശയം. മോൺ ടിവിക്ക് വേണ്ടി ക്യാമറമാൻ സന്ദീപിനൊപ്പം നിഷ. എന്താ പോകുന്നില്ല സാർ? പോകുന്നില്ലേ?
യെസ് സാർ. Come on. ഓക്കെ സാർ. ഐ ആം ജോൺ മില്ലർ, SI ആണ്. എന്താ സർ? പറയാം. കുട്ടിക്കാനത്ത് അമ്മയും മകളും മരിച്ചത് കൊലപാതകമാണെന്ന് നിഷ റിപ്പോർട്ട് ചെയ്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവർ സഞ്ചരിച്ച കാറ് തെക്ക് സൈഡിൽ പാർക്ക് ചെയ്തത് കണ്ടവരുണ്ട്. പക്ഷേ എതിർവശത്തെ കൊക്കയിലാണ് മറിഞ്ഞു കിടന്നത്. അതുകൊണ്ട് അതും കൊലപാതകമാവോ? ചാൻസ് ഉണ്ട് സാർ. ചുമ്മാ ഓരോന്നങ്ങ് പറഞ്ഞോളൂ. ഇത് ചോദിക്കാനാണോ സാർ വന്നത്? അല്ല, ചാക്കോ മർഡറുമായി ബന്ധപ്പെട്ട് നിഷയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനോ? ഫ്രം മീ? യെസ്. അതിനു മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് വേണം. തരാം സാർ. നിഷ ഇരിക്കൂ. സത്യം പറഞ്ഞാൽ എൻ്റെ ജോലി കുറഞ്ഞിരിക്കും. ഓക്കെ. സ്വയിത്തും നിഷയുമായിട്ടുള്ള ബന്ധം? ടു ബി ഫ്രാങ്ക്, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ബട്ട് ഹിസ് ഫാദറിന് ഇഷ്ടമല്ലായിരുന്നു. പുള്ളിയെ ധിക്കരിക്കാൻ സുജിത്തിന് കഴിയില്ലായിരുന്നു. വീട്ടിലെ പ്രഷർ കാരണം എനിക്ക് മറ്റൊരു വിവാഹം കഴിക്കേണ്ടി വന്നു. ആ ബന്ധം കൂടുതൽ നിലനിന്നില്ല. വൈ? ഇറ്റ്സ് പേഴ്സണൽ സർ. അയാൾ നിഷയെ വേണ്ടെന്ന് വെച്ചു? നോ സർ, അങ്ങനെയല്ല. ഞാനാണ് വേണ്ടെന്ന് വെച്ചത്. യെസ്, there you are. സുഹിത്ത് അപ്പോൾ നിഷയുടെ മനസ്സിൽ നിന്ന് പോരുന്നില്ല അല്ലേ? നിങ്ങൾക്കൊന്നിക്കണമെങ്കിൽ ചാക്കോ ഇല്ലാതാകും. സുഹിത്ത് അറിയാതെ നിഷ ചാക്കോയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു. നോ സർ, ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് പോലുമില്ല. പക്ഷേ ചാക്കോ കൊല്ലപ്പെട്ടു. അയാൾ ഇല്ലാതാകേണ്ടത് നിഷയുടെയും സുഹിത്തിന്റെയും ആവശ്യമാണ്. സർ, ഒന്നെങ്കിൽ സുഹിത്ത് അല്ലെങ്കിൽ നിഷ. സർ, ഞാനല്ല. പിന്നെ സുഹിത്താണോ? അയ്യോ അല്ല. അല്ലെങ്കിൽ നിഷ? ഞാനല്ല, എനിക്കൊന്നും അറിയില്ല. കരച്ചിലൊന്നും വേണ്ട. ഇപ്പൊ ഞാൻ പോകുന്നു. ഞാൻ ഇനിയും വരും. സക്കീറേ, യെസ് സാർ. ഇവരുടെ കോൾ ലിസ്റ്റ് എടുക്കണം. സാർ എടുക്കാം സാർ. സുജിത്ത്, ഇവിടെ പോലീസ് വന്നിരുന്നു. എന്നെ കുറെ ക്വസ്റ്റ്യൻ ചെയ്തു. ഡോൺ വരി നിഷ, പേടിക്കണ്ടോ, ഞാനിവിടെ ഇല്ലേ. എനിക്ക് പറ്റുന്നില്ല സുജിത്ത്. നീ വിഷമിക്കണ്ട, ഞാനിവിടെ ഉണ്ട്. ഞാൻ വരാം. ലവ് യു. ലവ് യു ടു.